പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അങ്ങനെ ലോകകപ്പിലെ തന്നെ ഏറ്റവും വാശിയേറിയ രണ്ടാം സെമി പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച് അർജന്റീന ഫൈനലിൽ. തുടർച്ചയായി രണ്ടാം തവണയാണ് അർജന്റീന ഫൈനലിൽ എത്തുന്നത്. എൻസോ ഫെർണാണ്ടസും ലൗട്ടോറോ മാർട്ടിനസുമാണ് അർജന്റീനയ്ക്കായി ഗോൾ വല കുലുക്കിയത്. സൂപ്പർ താരം മെസ്സിയുടെ അസിസ്റ്റുകളിലൂടെയായിരുന്നു 2 ഗോളുകളും. ഞായറാഴ്ച നടക്കുന്ന കലാശപ്പൂരിൽ അർജന്റീന സ്പെയിനെ നേരിടും. രഞ്ജുമത്തായി വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. രഞ്ജുമത്തായി, വെരി ഗുഡ് മോർണിംഗ്. വാമോസ് അർജന്റീന എന്നെല്ലാവരും പറയേണ്ട സമയമായി എന്ന് തോന്നുന്നു. അത്രമേൽ മികച്ച കളിയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. എന്തൊരു ത്രില്ലറായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ബാക്കി എല്ലാവരും 90 മിനിറ്റ് കളിക്കും, അർജന്റീന അവസാനത്തെ 15 മിനിറ്റ് കളിക്കും. 79 മിനിറ്റിന് ശേഷം അങ്ങോട്ട് കയറുന്ന ഊർജ്ജമുണ്ടല്ലോ, അത് വീണ്ടും ഒരിക്കൽ കൂടി കണ്ട കാഴ്ചയാണ്. അതും നമ്മുടെ ലയണൽ മെസ്സിയെ പൂട്ടാൻ വേണ്ടിയിട്ട് 3 പ്രതിരോധ നിരയിലെ ഏറ്റവും 3 പ്രധാനപ്പെട്ട താരങ്ങൾ വട്ടമിട്ട് കറങ്ങിയിട്ടും അതിനിടയിലൂടെ കിട്ടിയ 2 അസിസ്റ്റുകളാണ് ഗോളായി മാറിയത്. മത്സരത്തെ എങ്ങനെ വിലയിരുത്തുന്നു രഞ്ജുമത്തായി? ഇംഗ്ലണ്ടിനെതിരെ മെസ്സി കളിച്ചിട്ടില്ല എന്ന് പറഞ്ഞവരൊക്കെ ഇപ്പോൾ എന്തായി? വാമോസ് അർജന്റീന. അരുൺകുമാർ, അർജന്റീന വീണ്ടും വിസ്മയിപ്പിക്കുകയാണ്. കാരണം ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചുവരവിലൂടെ അർജന്റീന അവരുടെ 7ാം ലോകകപ്പിൻ്റെ ഫൈനലിലേക്ക് എത്തുകയാണ്. അർജന്റീന ചരിത്രത്തിലെ അവരുടെ 7ാമത്തെ ഫൈനലിലേക്ക് യോഗ്യത നേടുന്നത് അത് ഇംഗ്ലണ്ടിനെതിരായ ത്രസിപ്പിക്കുന്ന ജയത്തോടു കൂടിയാണ്. ലാ ക്വാർത്ത എസ്ത്രായ എന്ന പാട്ടാണ് ഇത്തവണ അർജന്റീന ആരാധകർ ഗാലറിയിലെല്ലാം ആലപിക്കുന്നത്. അത് ആ പാട്ടിലെ വരികൾ ഇങ്ങനെയാണ്: മാൽവീനാസിനായി, ഡിയേഗോ മറഡോണയ്ക്കായി, ലയണൽ മെസ്സിയുടെ അവസാന ഡാൻസിനായി ഞങ്ങൾക്ക് ഈ 4ാം കിരീടം വേണം. 4ാം ലോക കിരീടം എന്ന സ്വപ്നത്തിലേക്ക് അവർ ഒരു മത്സരത്തിന് ദൂരം മാത്രമാണ് അർജന്റീനയ്ക്ക് ഇനിയുള്ളത്. അർജന്റീനയെ സംബന്ധിച്ച് ഈ ലോകകപ്പിലുടനീളം വലിയ പ്രതിസന്ധി. കഴിഞ്ഞ അവസാനത്തെ നോക്കൌട്ടിലേക്ക് കടക്കുമ്പോൾ കഴിഞ്ഞ 3 മത്സരങ്ങളിലും വലിയ വെല്ലുവിളി അർജന്റീന നേരിട്ടു. പക്ഷേ അർജന്റീനയുടെ അതിഗംഭീരമായ തിരിച്ചുവരവാണ് നമ്മൾ ലോകകപ്പിൽ ഈ കഴിഞ്ഞ മത്സരങ്ങൾ വരെ കണ്ടത്. കാരണം ഇംഗ്ലണ്ടിനെതിരെ ഒരു വൈകാരിക തലത്തിൽ കൂടിയുള്ള പോരാട്ടം കൂടി ഉണ്ടായിരുന്നു. കാരണം ഇംഗ്ലണ്ടിനെതിരായ പരമ്പരാഗതമായ പഴയ യുദ്ധം, അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കം, അങ്ങനെ താരങ്ങൾ തമ്മിലുള്ള വൈരം. പക്ഷേ ഇത് കളത്തിലും ഇന്നലെ നമ്മൾ കണ്ടു. കാരണം ആദ്യ ഗോൾ ഇംഗ്ലണ്ട് നേടുന്നത് വരെ ഇംഗ്ലണ്ടായിരുന്നു കളി നിയന്ത്രിച്ചത്. ഇംഗ്ലണ്ടിന് മത്സരത്തിൽ ഒരു മുൻതൂക്കം പലതവണ കാരണം കൃത്യമായ പ്ലാനിങ്ങിലൂടെ അർജന്റീനയെ ഇംഗ്ലണ്ട് കുരുക്കുമെന്ന് കരുതി. പക്ഷേ ആദ്യ ഗോളിന് ശേഷം നമ്മൾ കണ്ടത് ലയണൽ മെസ്സിയുടെ അതിഗംഭീരമായ തിരിച്ചുവരവാണ്. മെസ്സി പടനയിച്ച അർജന്റീനയുടെ അതിഗംഭീരമായ തിരിച്ചുവരവാണ്. എന്തുകൊണ്ടാണ് അവർ ചാമ്പ്യന്മാരാണ് എന്ന് അരക്കെട്ടുറപ്പിക്കുന്ന ഒരു തിരിച്ചുവരവായിരുന്നു അർജന്റീന നടത്തിയത്. കാരണം അർജന്റീനയുടെ ഗോളിലേക്കുള്ള ആദ്യ ഗോൾ നേടിയതിനു ശേഷം അർജന്റീനയുടെ അവിശ്വസനീയമായ ഒരു മെൻറ്റാലിറ്റി, ഒരു മാനസികാവസ്ഥ, കാരണം അത്രയും പോരാട്ട വീര്യം കാഴ്ചവെച്ചുകൊണ്ടാണ് അർജന്റീന തിരിച്ചെത്തുന്നത് നമ്മൾ കണ്ടത്. കാരണം ആദ്യ ഗോൾ നേടിയതിനു ശേഷം ഇംഗ്ലണ്ട് അവരുടെ സ്ട്രൈക്കറെ പിൻവലിക്കുന്നു, ആന്റണി ഗോർഡനെ പിൻവലിക്കുന്നു. അത് തോമസ് തുഷേലിൻ്റെ ഒരു തന്ത്രപരമായ പാളിച്ചയായിരുന്നു. തോമസ് തുഷേലിൻ്റെ ആ പാളിച്ച മുതലെടുക്കാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. തുഷേൽ പ്രതിരോധത്തിലേക്ക് കൂടുതൽ താരങ്ങളെ വിന്യസിക്കുന്നു. പക്ഷേ ലയണൽ മെസ്സിയെ പൂട്ടാൻ കഴിയുന്നില്ല. അത് മെസ്സിയാണല്ലോ എന്ന് അവർ മറന്നുപോയിരിക്കുന്നു. കാരണം അതുകൊണ്ട് തന്നെ ലയണൽ മെസ്സി മെനഞ്ഞെടുത്ത 4 സുന്ദര അവസരങ്ങളാണ് അർജന്റീന താരങ്ങൾക്കായി മെസ്സി ഒരുക്കി കൊടുത്തത്. അത് 2 ഗോളാക്കി മാറ്റാൻ അർജന്റീനയ്ക്ക് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ കംബാക്കിലൂടെ അവർ ഫൈനലിലേക്ക് എത്തുകയാണ്. 7ാമത്തെ ഫൈനലാണ് അർജന്റീനയെ സംബന്ധിച്ച്. 4ാമത്തെ കിരീടമെന്ന ലക്ഷ്യം അവർ ഉന്നം വെക്കുന്നുണ്ട്. അർജന്റീന ഈ ക്ലബ് ഫുട്ബോളിൽ ഫെർഗി ടൈം എന്നൊരു വേർഡുണ്ട്. അത് ഒരു ഗോളിന് പിന്നിൽ ശേഷമായിരിക്കും മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഇംഗ്ലണ്ടിലെ ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. അവർ എത്ര ഗോളിന് പിന്നിൽ നിന്നാലും അവസാന നിമിഷം തിരിച്ചു വരുമെന്ന് എന്നുള്ള ഒരു പ്രതീക്ഷ ആരാധകർക്ക് എപ്പോഴുമുണ്ട്. ആ ഫെർഗി ടൈം പോലെ ഇത് സ്കലോണി ടൈമാണ്. കംബാക്കുകളുടെ രാജാവായി അർജന്റീന വരുന്നു. ഇപ്പോൾ ഒരു ഗോൾ അടിച്ചാൽ നമുക്കെതിരെ അർജന്റീന ആരാധകർ ഇപ്പോൾ എപ്പോഴും ടെൻഷൻ അടിച്ചാണ് കളി കാണുന്നത്. പക്ഷേ ഇപ്പോൾ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. കാരണം എതിരാളി ഒന്നടിച്ചാൽ ഇനി അർജന്റീന തിരിച്ചു വരും എന്നുള്ള ഒരു ആത്മവിശ്വാസം ഇപ്പോൾ അർജന്റീന ആരാധകർക്ക് വന്നിട്ടുണ്ട്. സ്പെയിൻ അർജന്റീന ഫൈനൽ പോരാട്ടം ഞായറാഴ്ച രാത്രി 12:30-ക്കാണ് ലാമാസിയ എന്ന
ബാഴ്സലോണ അക്കാദമിയിൽ വളർന്ന രണ്ട് ഇതിഹാസ താരങ്ങൾ ലയണൽ മെസ്സിയും ലമീൻ യമാലും നേർക്കുനേർ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അരുൺകുമാർ. ഓക്കെ, താങ്ക് യു രഞ്ജു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പണ്ടത്തെ ചില മലയാള സിനിമയിലെ ഇടിപ്പടങ്ങളൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും. ആ ഇടിപ്പടങ്ങളിൽ നമ്മൾ എഴുന്നേറ്റ് നിന്ന് കൈയിടിക്കുന്നത് എപ്പോഴാണെന്നറിയാമോ? സിനിമയിൽ തുടക്കം മുതൽ ഇന്റർവെല്ല് കഴിയുന്നത് വരെയും ഇടി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന നായകനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒരിടിയും തിരിച്ചു കൊടുക്കത്തില്ല. എല്ലാ ഇടി കിട്ടിയാലും താഴേക്ക് വീണ് കിടക്കും. വീണ് കിടക്കുന്ന നായകന് വേണ്ടിയിട്ട് നമ്മളിരുന്ന് കണ്ണീര് വാർക്കും. അവസാനത്തെ നിമിഷം നായകൻ ഒരു എഴുന്നേൽപ്പുണ്ട്. 79ാമത്തെ മിനിറ്റിൽ അർജന്റീന എഴുന്നേറ്റ് വരുന്നത് പോലെ ലയണൽ മെസ്സിയും അൽവാരസും ഫെർണാണ്ടസും ഒക്കെ എഴുന്നേറ്റ് വരുന്നത് പോലെ ഒരു വരവാണ്. ആ വരവിൽ ഒരു സ്ലോ മോഷൻ ഉണ്ട്. ആ സ്ലോ മോഷൻ ഒന്ന് കാണണം. മിന്നൽ പിണർ പോലെയാണ് ആ സ്ലോ മോഷൻ നമ്മുടെ നെഞ്ചു തുളച്ച് കടന്നു പോവുക. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അർജന്റീന പരാജയപ്പെടുത്താൻ ഒരൊറ്റ തന്ത്രമേ ഉള്ളൂ. ആദ്യം നിങ്ങൾ ഗോൾ അടിക്കാതിരിക്കുക. അർജന്റീനയ്ക്കെതിരെ ആദ്യം നിങ്ങൾ ഗോൾ അടിച്ചാൽ 79ാമത്തെയും 85ാമത്തെയും മിനിറ്റുകളിൽ പിന്നെ സംഭവിക്കുന്നത് എന്താണെന്ന് സത്യം പറഞ്ഞാൽ അർജന്റീനയ്ക്ക് പോലും അറിയില്ല. അത്രമേൽ വലിയ ആവേശമായിരുന്നു അവസാനത്തെ മിനിറ്റുകളിലെ കം ബാക്ക് എന്നുള്ളത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നലെ മത്സരത്തിന് ശേഷം നമ്മുടെ ഹാരി കെയ്ൻ ലയണൽ മെസ്സിയെക്കുറിച്ച് പറഞ്ഞൊരു വാചകമുണ്ട്. ആ വാചകം ഇങ്ങനെയാണ്: മെസ്സിയാണ് എക്കാലത്തെയും മികച്ച താരം. അവനെ തടയാൻ പറ്റുന്ന എല്ലാ വഴികളും ഞങ്ങൾ നോക്കി. പക്ഷേ പന്ത് അദ്ദേഹത്തിൻ്റെ അടുത്തെത്തുമ്പോഴൊക്കെ അദ്ദേഹം ജീവൻ പ്രാപിച്ചുകൊണ്ടേയിരുന്നു എന്നാണ്. ഇത് താങ്കളുടെ അവസാനത്തെ വേൾഡ് കപ്പാണെന്ന് ഹാരി കെയ്നോട് ചോദിക്കുമ്പോൾ പറയുന്നു, 39-കാരനായ മെസ്സിയെ കാണുമ്പോൾ എനിക്കത് പറയാൻ കഴിയുന്നില്ല. നോക്കൂ, സെമി ഫൈനലിൽ പുറത്തായ ഒരു ടീമിൻ്റെ ക്യാപ്റ്റനാണ് മെസ്സിയെക്കുറിച്ച് പറയുന്നത് എന്നത് ഓർമ്മ വേണം.